പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 23 ബുധൻ. പ്രധാന വാർത്തകൾ. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തി. മോസ്കോയിലെ ക്രെംലിൻ കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും സംയുക്ത താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി അവയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ കൈമാറി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 40 വർഷത്തെ നയതന്ത്ര ബന്ധത്തിൽ സുൽത്താൻ ഹൈതം വഹിക്കുന്ന പങ്കിനെ പ്രസിഡന്റ് പുടിൻ പ്രശംസിച്ചു. സന്ദർശനത്തിന് മുന്നോടിയായി വികസിപ്പിച്ചെടുത്ത കരാറുകളുടെ ഒരു പാക്കേജ് വഴി ഉഭയകക്ഷി ആശയവിനിമയങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാരം, ഗതാഗതം, പരസ്പര നിക്ഷേപം, കൃഷി, ഊർജം തുടങ്ങിയ മേഖലകളിലെ സുപ്രധാന അവസരങ്ങളിലേക്ക് പ്രസിഡന്റ് പുടിൻ വിരൽ ചൂണ്ടി. ഒമാനിൽ ആദ്യമായി അപൂർവ ഇനം ബ്രൈഡ്സ് തിമിംഗലത്തെ കണ്ടെത്തി. 2023 വസന്തം ഗവർണറേറ്റിൽ മറൈൻ സസ്തനി വർഗ്ഗങ്ങളുടെ സർവേ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ബ്രൈഡ്സ് തിമിംഗലത്തെ കണ്ടെത്തുന്നതെന്ന് പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. മറ്റ് തിമിംഗലങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതാണ് ഇവ. നിരവധി വിദ്യാർത്ഥികൾക്ക് ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ക്ലാസ് ഓൺലൈനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ദാർസെയ്ത്ത് ഇന്ത്യൻ സ്കൂളുകളിൽ ഗ്രേഡ് 1 മുതൽ 12 വരെ ഇന്നും നാളെയും ക്ലാസുകൾ ഓൺലൈൻ വഴിയാകുമെന്ന് പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് അയച്ച സർക്കുലറിൽ അറിയിച്ചു. വാരാന്ത്യം കഴിഞ്ഞാകും ഫിസിക്കൽ ക്ലാസുകൾ പുനരാരംഭിക്കുക. ബാൽവതിക, KG ക്ലാസുകളിൽ ഇന്നും നാളെയും അവധിയായിരിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. അതേസമയം ചിക്കൻ പോക്സ് ബാധിച്ചവരെയും ലക്ഷണങ്ങളുള്ളവരെയും അവരുടെ സഹോദരങ്ങളെയും ഓഫ്ലൈൻ ക്ലാസുകൾ പുനരാരംഭിക്കുന്ന ദിവസങ്ങളിലും സ്കൂളിലേക്ക് അയക്കരുത്. ചിക്കൻ പോക്സ് ഭേദമാകുന്ന ഘട്ടത്തിൽ സ്കൂളിലെത്തുമ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലാത്തവർക്ക് ക്ലാസുകളിലോ ക്യാമ്പസിലോ പ്രവേശനം അനുവദിക്കില്ല. അസുഖം ബാധിച്ച വിദ്യാർത്ഥികളുടെ വിവരം ക്ലാസ് അധ്യാപകരെ രക്ഷിതാക്കൾ അറിയിക്കണം. കുട്ടികൾക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെട്ടു. ബാത്തിന, ബുറൈമി മേഖലകളിലെ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് വിവിധ സേവനങ്ങൾ നൽകുന്നതിനായി മസ്കത്ത് ഇന്ത്യൻ എംബസി സുഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബുമായി സഹകരിച്ച് കോൺസുലാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സുഹാറിലെ ജിൻഡാൽ ടൗൺഷിപ്പ് ഹാളിൽ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെയും ആയിരിക്കും ക്യാമ്പ്. ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സംബന്ധിക്കും. അപേക്ഷകൾക്കും മറ്റു സേവനങ്ങൾക്കും വരുന്നവർ പാസ്പോർട്ട്, സിവിൽ ID കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും കൊണ്ടുവരണം. അതേസമയം സാങ്കേതിക കാരണങ്ങളാൽ പാസ്പോർട്ട് പുതുക്കലുകൾ സ്വീകരിക്കുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു. ബാത്തിന, ബുറൈമി മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകും എംബസി ഒരുക്കുന്ന കോൺസുലാർ ക്യാമ്പ്. തുടർ സേവനങ്ങൾ എംബസി വഴിയും ലഭ്യമാക്കും. അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ മൂലം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും ചികിത്സ തേടുന്ന പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസമേകാൻ പ്രവാസികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രത്യേക ആരോഗ്യ പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ അംഗവും സുപ്രീം കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP-ക്ക് മസ്കത്ത് KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിവേദനം നൽകി. വേനൽ ശക്തമായതോടെ വിദ്യാർത്ഥികൾക്കിടയിൽ ചിക്കൻ പോക്സ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. സ്കൂളുകളിൽ രോഗബാധിതരായി എത്തുന്ന കുട്ടികൾ വർദ്ധിച്ചതോടെ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അധികൃതർ. മുതിർന്നവരിലും അസുഖം കണ്ടുവരുന്നുണ്ട്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ രോഗം തീവ്രമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സമ്പർക്കത്തിലൂടെ പകരുന്നതിനാൽ തുടക്കത്തിൽ തന്നെ കരുതൽ എടുക്കണം. വാക്സിനേഷൻ ആണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. ഇതുവരെ ചിക്കൻ പോക്സ് വരാത്തവരിലും വാക്സിൻ എടുക്കാത്തവരിലുമാണ് രോഗം കൂടുതൽ ബാധിക്കുന്നത്. ചെറിയ കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ഗർഭിണികൾ, ദീർഘകാലമായി ശ്വാസകോശ രോഗമുള്ളവർ എന്നിവർ കൂടുതൽ കരുതൽ എടുക്കണം.
വേരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് കാരണം ഉണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ചിക്കൻ പോക്സ്. കൃത്യമായി പ്രതിരോധം തുടക്കം മുതൽ നടത്താനായാൽ പെട്ടെന്ന് ഭേദമാക്കാൻ സാധിക്കും. പനി, ക്ഷീണം, ശരീരവേദന, തലവേദന, വിശപ്പില്ലായ്മ, ശരീരത്തിൽ കുമിളകൾ പൊന്തൽ എന്നിവയിൽ ലക്ഷണങ്ങൾ. ദോഫാർ ഗവർണറേറ്റിലെ ഐൻ അർസാത്ത് മേഖലയിൽ അനധികൃതമായി ശേഖരിച്ച 8 ടണ്ണോളം വിറക് പിടികൂടി. നിയമവിരുദ്ധമായി വിറക് ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത 23 കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി അതോറിറ്റിയും റോയൽ ഒമാൻ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. യന്ത്രവാളുകൾ ഉപയോഗിച്ച് മരം മുറിക്കൽ, രാസവസ്തുക്കൾ കുത്തിവെച്ച് മരങ്ങൾ നശിപ്പിക്കൽ, നിയമവിരുദ്ധമായി മരങ്ങൾ പിഴുതെടുക്കൽ തുടങ്ങിയ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. പരിസ്ഥിതി സംരക്ഷണം വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അധികൃതർ ഉണർത്തി. നേരത്തെയും പ്രദേശത്തെ അനധികൃത മരം മുറി പിടികൂടിയിരുന്നു. കേരളവും ഒമാൻ ചെയർമാൻസ് 11 തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കളി ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ കേരളം നേടിയ മിന്നും ജയത്തിന് മറുപടിയായി ആതിഥേയർ ഇന്ന് മികച്ച വിജയം ലക്ഷ്യം വെച്ചാകും ഇറങ്ങുക. പരമ്പരയിൽ 1-0 കേരളം മുന്നിലാണ്. ഇപ്പോൾ 4 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ വിജയം. ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി ഇന്നലെയും കേരള താരങ്ങൾ പരിശീലനത്തിനിറങ്ങി. ഈ മാസം 25-നും 27-നും ആണ് അടുത്ത 2 ഏകദിന മത്സരങ്ങൾ. സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം സൗജന്യമാണ്. നിസ്വ ഇന്ത്യൻ സ്കൂളിലെ ഫീസ് വർധനയ്ക്കെതിരെ നിസ്വ KMCC കമ്മിറ്റി പ്രിൻസിപ്പലിന് നിവേദനം നൽകി. 2-3 കുട്ടികൾ പഠിക്കുന്ന രക്ഷിതാക്കൾക്ക് പുതിയ ട്യൂഷൻ ഫീസ് അമിത സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നതാണ്. 2 കുട്ടികൾ പഠിക്കുമ്പോൾ 1 കുട്ടിക്ക് മുമ്പ് ലഭിച്ച ഇളവ് വീണ്ടും നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റ് യോഗത്തിൽ ചർച്ച ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകി. SMC പ്രസിഡന്റ് ഇക്ബാൽ ഇസ്മായിലുമായും നേതാക്കൾ ചർച്ച നടത്തി. നിസ്വ KMCC പ്രസിഡന്റ് ഹാരിസ് നിലമ്പൂർ, സെക്രട്ടറി സിയാദ് കരുനാഗപ്പള്ളി, ട്രഷറർ റഷീദ് ഹാജി, എക്സിക്യൂട്ടീവ് അംഗം ഷിഹാബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ഇബ്രി ഇന്ത്യൻ സ്കൂളിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻസ് കൗൺസിൽ അധികാരമേറ്റു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങ് സ്കൂൾ കോറിന്റെ പ്രാർത്ഥനാഗീതത്തോടുകൂടി ആരംഭിച്ചു. വിദ്യാർത്ഥി നേതൃത്വത്തിന് ഔപചാരികമായി അംഗീകാരം നൽകുകയും പുതിയ സാരഥികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്ത ചടങ്ങിൽ ഭാവി നേതാക്കളെ രൂപപ്പെടുത്തുന്നതിൽ മെന്റർഷിപ്പിന്റെയും പ്രചോദനത്തിന്റെയും പ്രാധാന്യം ചടങ്ങിൽ ഊന്നിപ്പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.